കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ. സന്തോഷിക്കുവിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. ഫിലിപ്പിയർ 4-ാം അധ്യായം 4-ാം വാക്യം. എപ്പോഴും സന്തോഷിക്കുവിൻ എന്ന് ദൈവവചനത്തിൽ വായിച്ചിട്ട് നാം വളരെയധികം കൺഫ്യൂഷൻ അടിക്കാറുണ്ട്. എങ്ങനെ സന്തോഷിക്കുവാൻ കഴിയും എന്നാണ് നമ്മുടെ ചിന്ത. ജോലിസ്ഥലത്തെ സമ്മർദ്ദങ്ങൾ, രോഗത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ, കടഭാരം, യുദ്ധങ്ങൾ, ഭൂകമ്പങ്ങൾ, ക്ഷാമങ്ങൾ, ഇതിൻ്റെ എല്ലാം നടുവിൽ എങ്ങനെ ഒരു മനുഷ്യന് സന്തോഷിക്കാൻ കഴിയും? ഇനി അങ്ങനെ സന്തോഷിക്കുകയാണെങ്കിൽ തന്നെ വചനം പറയുന്നു, എപ്പോഴും സന്തോഷിക്കുവിൻ. ഞാൻ പിന്നെയും പറയുന്നു, സന്തോഷിക്കുവിൻ. സന്തോഷത്തോടെ നാം ജീവിക്കുമ്പോൾ നമ്മുടെ സൗമ്യത സകല മനുഷ്യരും അറിയും എന്ന് ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രിയരെ, ദൈവസന്നിധിയിൽ നാം ഇരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനവുമായി സമയം ചിലവിടുമ്പോൾ, പരിശുദ്ധാത്മാവിൽ ദൈവത്തോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ശാന്തമാകുന്നു. ബുദ്ധിക്കതീതമായ ദിവ്യ സമാധാനം അവൻ നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുന്നു. ഇപ്രകാരമല്ലാതെ ഈ ഭൂമിയിൽ നമുക്ക് സമാധാനമോ സന്തോഷമോ കണ്ടെത്തുവാൻ കഴിയുകയില്ല. എപ്പോഴും സന്തോഷത്തോടെ ഇരിപ്പിൻ എന്ന് ദൈവവചനം പറയുമ്പോൾ നാം സമാധാനത്തിനായി, സന്തോഷത്തിനായി, ആശ്വാസത്തിനായി ഈ ഭൂമിയിൽ ലഭ്യമായ മറ്റു പലതിലേക്കും നമ്മുടെ ശ്രദ്ധയെ തിരിക്കും. സന്തോഷത്തിനായും വ്യത്യസ്തമായ മറ്റൊരു വഴി അന്വേഷിക്കുന്നതിനായുമെല്ലാം നാം പലയിടങ്ങളിൽ തിരയുമ്പോൾ യഥാർത്ഥത്തിൽ നാം യഥാർത്ഥ സന്തോഷത്തെ, സമാധാനത്തെ തടയുകയാണ് ചെയ്യുന്നത്. മറിയയെ പോലെ അവൻ്റെ സന്നിധിയിൽ ആയിരിക്കാം. കർത്താവ് പറഞ്ഞു, അവൾ നല്ല അംശം തിരഞ്ഞെടുത്തു. അത് ആർക്കും അവളിൽ നിന്ന് മാറ്റുവാൻ സാധ്യമല്ല. പ്രിയരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ സമയം ചിലവഴിക്കുമ്പോൾ നമ്മുടെ ആകുലതകളും നമ്മുടെ പ്രശ്നങ്ങളുമെല്ലാം ദൈവത്തോട് നാം സംസാരിക്കുമ്പോൾ ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിനോട് നമ്മുടെ ഉള്ളിലുള്ളതെല്ലാം സ്വാഭാവികമായ സ്നേഹത്തോടെ നാം പങ്കുവെക്കുമ്പോൾ അവൻ നമ്മോട് സംസാരിക്കും, നമ്മളെ ആശ്വസിപ്പിക്കും. കർത്താവ് നമ്മുടെ അടുക്കൽ വരുവാൻ കാത്തിരിക്കുന്നവനായ ദൈവമാണ്. നാം അവൻ്റെ സന്നിധിയിൽ സമയം ചിലവഴിക്കുമ്പോൾ എല്ലാ ആകുലതകളും മാറി നമുക്ക് സന്തോഷിക്കാൻ കഴിയും. നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം, നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ ജോലിസ്ഥലത്ത്, എല്ലായിടത്തും എപ്പോഴും സന്തോഷിക്കുവാൻ നമുക്ക് കഴിയും.